നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ ഇന്ന് പുതിയതായി 321 പേർക്ക് കോവിഡ് ബാധിച്ചെന്നും നിലവിലുള്ള രോഗബാധിതരിൽ 549 പേർ സുഖം പ്രാപിച്ചെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 8 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഇന്ന് 67,929 RT-PCR പരിശോധനകൾ നടന്നു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,43,028 ആയിരിക്കുന്നു. ഒമാനിൽ 113 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 182 പേർ രോഗമുക്തരായി. 4 കോവിഡ് മരണങ്ങളാണ് പുതിയതായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 3,01,683 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 2,90,813 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി. 96.4% നിലവിലെ രോഗമുക്തി നിരക്ക്. ആകെ 4,047 പേർക്ക് ഒമാനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 12 പേരെ മാത്രമാണ് കോവിഡ് ബാധിതരായി രാജ്യത്ത് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ബഹ്റൈനിൽ ബുധനാഴ്ച 130 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 90 പേർ കൂടി ഇന്നലെ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. 1388 പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. പുതിയതായി റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ 43 പേർ വിദേശി തൊഴിലാളികളാണ്. ആകെ രോഗമുക്തരുടെ എണ്ണം 2,69,572 ആയിരിക്കുന്നു. 5,08,32,213 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. 973 കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത്. ചികിത്സയിലുള്ള 6 പേരിൽ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ. അടുത്ത മാസം 1 മുതൽ ഇന്ത്യ അടക്കമുള്ള രാജ്യക്കാർക്ക് ഒമാനിലേക്ക് പ്രവേശനാനുമതി ലഭിച്ചെങ്കിലും കേരളത്തിൽ നിന്ന് വിമാന ടിക്കറ്റുകൾ കിട്ടാനില്ല. ലഭ്യമുള്ള ടിക്കറ്റുകൾക്ക് ഉയർന്ന നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നതെന്ന് പരാതി ഉയർന്നിരിക്കുന്നു. താരതമ്യേന നിരക്ക് കുറഞ്ഞ എയർ ഇന്ത്യ എക്സ്പ്രസിന് പോലും അടുത്ത മാസം ഒരു ഭാഗത്തേക്ക് 120 റിയാലിന് മുകളിലാണ് കുറഞ്ഞ നിരക്ക്. അതോടൊപ്പം സെപ്റ്റംബർ 13 വരെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ സീറ്റ് കിട്ടാനില്ല. ദുബായ് കെട്ടിടത്തിൽ കുടുങ്ങിയ ഗർഭിണിയായ പൂച്ചയെ രക്ഷപ്പെടുത്തിയ പ്രവാസികളെ അഭിനന്ദിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. പൂച്ചയെ രക്ഷിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ വീഡിയോ ഷെയ്ഖ് മുഹമ്മദ് തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പങ്കുവച്ചു. മനോഹരമായ നമ്മുടെ നഗരത്തിലെ ഇത്തരം ദയാപരമായ പ്രവൃത്തിയിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. അറിയപ്പെടാത്ത ഈ ഹീറോകളെ തിരിച്ചറിയുന്നവർ നന്ദി പറയാൻ സഹായിക്കൂ എന്നും അദ്ദേഹം ട്വിറ്ററിൽ കൂട്ടിച്ചേർത്തു. ഒമാനിൽ സ്വദേശിവൽക്കരണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു. ചില സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രക്കുകളിൽ ഇനി മുതൽ സ്വദേശികളെ മാത്രമേ ഡ്രൈവർമാരായി നിയമിക്കാൻ പാടുള്ളൂവെന്ന് തൊഴിൽ മന്ത്രാലയം ചൊവ്വാഴ്ച പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കാർഷിക സാമഗ്രികൾ, കാലിത്തീറ്റ, പുല്ല്, വെള്ളം, ഇന്ധനം എന്നിവ കൊണ്ടുപോകുന്ന ട്രക്കുകളിലാണ് സ്വദേശികളെ മാത്രം ഡ്രൈവർമാരായി നിയമിക്കുന്നത്. സ്വദേശിവൽക്കരണം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും പ്രസ്താവനയിൽ പറയുന്നു. പ്രവാസികൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികളുമായി ഖത്തർ ഭരണകൂടം. ഖത്തറിൽ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എൻട്രി വിസയും റെസിഡൻസ് പെർമിറ്റും നൽകുന്നത് നിയന്ത്രിക്കാനാണ് തീരുമാനം. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. ബഹ്റൈനിൽ മലിനജല കുഴൽ ശുചീകരണത്തിന് മാൻഹോളിൽ ഇറങ്ങിയ പ്രവാസി തൊഴിലാളി മരിച്ചു. 36 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് മൃതദേഹം മാൻഹോളിൽ നിന്ന് പുറത്തെടുത്തത്. ബംഗ്ലാദേശ് സ്വദേശിയായ 33-കാരൻ അസാം മോണ്ടോളാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ മുഹറക്കിൽ അറ്റകുറ്റപ്പണിക്കിടെ പൈപ്പ് പൊട്ടി 3 തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇതിൽ ഒരാൾ മരണപ്പെട്ടു. മറ്റ് 2 ബംഗ്ലാദേശ് സ്വദേശികൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സിവിൽ ഡിഫൻസ് വിഭാഗം സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൗദിയിൽ പുതുതായി 2 കോവിഡ് വാക്സിനുകൾക്ക് കൂടി അംഗീകാരം നൽകി. ചൈനീസ് വാക്സിനുകളായ സിനോഫാം, സിനോവാക് എന്നിവയ്ക്കാണ് പുതിയതായി അംഗീകാരം ലഭിച്ചത്. ഇതോടെ സൗദിയിൽ അംഗീകാരമുള്ള വാക്സിനുകളുടെ എണ്ണം 6 ആയി. ഓക്സ്ഫോർഡ്, ആസ്ട്രസെനക്ക, ഫൈസർ ബയോടെക്, ജോൺസൺ ആൻഡ് ജോൺസൺ, മൊഡേണ എന്നീ 4 കമ്പനികളുടെ വാക്സിനുകൾക്കാണ് ഇതുവരെ സൗദിയിൽ അംഗീകാരമുണ്ടായത്. ഇതിനു പുറമെയാണ് ഇപ്പോൾ ചൈനീസ് വാക്സിനുകളായ സിനോഫാം, സിനോവാക് എന്നിവയ്ക്ക് കൂടി അംഗീകാരം നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ നിശ്ചിത വിഭാഗക്കാർക്ക് കോവിഡ് വാക്സിനേഷന്റെ 3ാം ഡോസ് നൽകാൻ തീരുമാനമെടുത്തതായി ആരോഗ്യ മന്ത്രാലയം. US സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്നിവയുടെ അംഗീകാരങ്ങൾക്കനുസരിച്ചാണ് മന്ത്രാലയത്തിന്റെ അനുമതി.
ഫൈസർ ആൻഡ് ബയോടെക്, മൊഡേണ എന്നീ വാക്സിനുകളുടെ 2 ഡോസും പൂർത്തീകരിച്ച നിശ്ചിത വിഭാഗക്കാർക്ക് 3-ാം ഡോസ് നൽകുക. ഗുരുതരമായ രീതിയിൽ പ്രതിരോധശേഷി കുറവുള്ള വ്യക്തികൾക്കും COVID-19 അണുബാധയുടെ ഗുരുതരമായ സങ്കീർണതകളാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളവർക്കും മാത്രമേ 3-ാമത്തെ ഡോസ് ബാധകമാകൂ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.